അക്കാലത്ത് കാനായിൽ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. ഈശോയുടെ അമ്മയായ മേരിയും ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു. മാത്രമല്ല, ഈശോയും കൂട്ടുകാരും ക്ഷണിക്കപ്പെട്ടവരാണ്. അവരെല്ലാവരും കല്യാണത്തിനെത്തിച്ചേർന്നു. വിരുന്ന് നടക്കുന്ന സമയം. വീഞ്ഞു തീരാറായി. മേരി അത് മനസ്സിലാക്കി. മകൻ്റെ കഴിവ് അമ്മയ്ക്കറിയാം. ആ വീട്ടുകാരെ എങ്ങനെയെങ്കിലും വിഷമത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് തോന്നിയതുകൊണ്ട് മറിയം ഈശോയോട് പറഞ്ഞു, "മകനെ, അവർക്ക് വീഞ്ഞില്ല." ഈശോയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു: "അമ്മേ, ഇക്കാര്യത്തിൽ എന്നെ ബന്ധപ്പെടുത്തുന്നതെന്തിന്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല." തൻ്റെ സമയം ആയിട്ടില്ല എങ്കിലും ഈശോ തൻ്റെ അപേക്ഷ നിരസിക്കില്ലെന്ന് മേരിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ പരിചാരകരോട് ഇങ്ങനെ നിർദ്ദേശിച്ചു: "ഈശോ എന്തു പറയുന്നുവോ അതുപോലെ ചെയ്യുക." അവർ അതനുസരിച്ചു. വെള്ളം വയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഇരുന്നിരുന്നു. "ഈ ഭരണികൾ വെള്ളം കൊണ്ട് നിറയ്ക്കുക," ഈശോ കൽപ്പിച്ചു. അവർ ഭരണികൾ നിറച്ചു. "ഇനി അതുകോരി സദ്യയുടെ മേൽ വിചാരിപ്പുകാരന് കൊണ്ടുകൊടുക്കുക." ഈശോ വീണ്ടും ആജ്ഞാപിച്ചു. അവർ അപ്രകാരം ചെയ്തു. വിചാരിപ്പുകാരൻ രുചിച്ചു നോക്കി. മുമ്പത്തേതിലും നല്ല വീഞ്ഞ്. അതെവിടെ നിന്നായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായില്ല. അത് കണ്ടയുടനെ മണവാളനെ വിളിച്ചിങ്ങനെ പറഞ്ഞു: "എല്ലാവരും ആദ്യം നല്ല വീഞ്ഞു വിളമ്പുന്നു. സകലരും കുടിച്ച് മത്തരാകുമ്പോൾ മാത്രം മോശമായതെടുക്കുന്നു. നിങ്ങളാകട്ടെ അവസാനം വരെ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചു." എന്നാൽ ഭൃത്യന്മാർക്ക് ആ വീഞ്ഞ് എങ്ങനെ ഉണ്ടായി എന്നറിയാമായിരുന്നു. അങ്ങനെ ഗലീലായിലെ കാനായിൽ വെച്ച് ഈശോ തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച് അവിടുത്തെ മഹത്വം പ്രകടമാക്കി. ശിഷ്യന്മാർ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്തു.